ഹായ് ഫ്രണ്ട്സ്, പ്രിയ പാഷൻ ആൻഡ് റിലാക്സേഷനിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നെല്ലിക്ക അച്ചാറാണ്. ഈ അച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ നെല്ലിക്ക ഉപ്പിലിടുകയോ പുഴുങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. പച്ച നെല്ലിക്ക ഡയറക്റ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ നെല്ലിക്ക നീളത്തിൽ അടർത്തിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 15 നെല്ലിക്കയ്ക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവയും 2 ടേബിൾ സ്പൂൺ കടുകുമാണ്. ഉലുവ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ, അതിങ്ങനെ പൊട്ടി തുടങ്ങുന്നവരെ ഒന്ന് ചൂടാക്കി മാറ്റി വെക്കുക. കടുകും അതുപോലെ പൊട്ടി തുടങ്ങുന്നവരെ ചൂടാക്കി മാറ്റി വെക്കുക. അധികം ചൂടാക്കരുത്. ആ പാകം നോക്കിയിട്ട് തന്നെ നമ്മൾ മാറ്റിയെടുക്കണം. നമുക്ക് എന്നിട്ട് ഇത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഉലുവ ആദ്യം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിന് പിന്നാലെ കടുകിടുക. എന്നാൽ അത് പാകത്തിന് പൊടിഞ്ഞു കിട്ടും. അല്ലെങ്കിൽ കടുക് വല്ലാണ്ട് മിനുസത്തിൽ പൊടിഞ്ഞു പോകും. അങ്ങനെ മിനുസത്തിൽ നമുക്ക് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല. തരിതരിപ്പായിട്ടാണ് വേണ്ടത്. അതേ ചൂടായ പാനിലേക്ക് നമ്മൾ ഒരു 3-4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. ഈ അച്ചാറിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നല്ലെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നമ്മുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി ആഡ് ചെയ്തതിൻ്റെ പിന്നാലെ നമുക്ക് ഇതിലേക്ക് നെല്ലിക്ക ആഡ് ചെയ്യാം. നെല്ലിക്ക ആഡ് ചെയ്ത് പൊടിച്ചു വെച്ചിട്ടുള്ള ഉലുവ കടുക് മിക്സും കൂടെ ആഡ് ചെയ്ത് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മുടെ പുളിയുടെ ആവശ്യത്തിന് ഒരു 2-3 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്യാം. മിക്സ് ആക്കുമ്പോൾ അധികം തിക്നെസ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഇത് കുറച്ചധികം നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ നമ്മൾ പച്ചവെള്ളം എന്തായാലും യൂസ് ചെയ്യരുത്. പിന്നെ ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇതിലുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ്. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായിട്ട് അതുപോലെ ന്യൂട്രിറ്റീവ് വാല്യൂ എൻഹാൻസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് ഡേറ്റ്സ് ആണ്. 2 ഡേറ്റ്സ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതും തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് കുതിർത്ത് വെച്ചിട്ട് നന്നായി സോഫ്റ്റ് ആകുമ്പോൾ സ്പൂൺ വെച്ച് നന്നായി മാഷ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സാക്കി യോജിപ്പിക്കുക. അതിൻ്റെ പിന്നാലെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ പാകത്തിന് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുക. ചില കായപ്പൊടിക്ക് ഫ്ലേവർ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് പാകത്തിന് എന്ന് പറഞ്ഞത്. ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പിക്കിള് പൊതുവേ ചവർപ്പ് എന്ന് പറഞ്ഞിട്ട് നെല്ലിക്ക മാറ്റി വെക്കുന്ന ആൾക്കാർ കൂടെ വളരെ ഇൻട്രസ്റ്റോടുകൂടെ ടേസ്റ്റോടുകൂടെ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ നമുക്ക് നെല്ലിക്കയുടെ പോഷക ഗുണത്തിനെ പറ്റി പറയേണ്ടതല്ലോ. വിറ്റമിൻ്റെ കലവറയാണ്. അത് പച്ചക്കായിട്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വിറ്റമിൻ സി തീരെ പോകുന്നില്ല. അതുപോലെ ഡേറ്റ്സിലും ഒരുപാട് മിനറൽസ് ഒക്കെ ഉള്ളതാണ്. അച്ചാർ സ്റ്റോർ ചെയ്യുമ്പോൾ ഗ്ലാസ് ബോട്ടിൽസ് തന്നെ സ്റ്റോർ ചെയ്യണമെന്ന് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. പ്ലാസ്റ്റിക് ബോട്ടിൽസോ അതുപോലെ മെറ്റൽ വെസൽസോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അച്ചാർ എപ്പോഴും ഗ്ലാസ് ബോട്ടിൽ തന്നെ സ്റ്റോർ ചെയ്യണം.
എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ ഇടയിൽ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.